പ്ലസ് വൺ ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെലോസിറ്റി ടൈം റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഇനി ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെയാണ് വെലോസിറ്റി ടൈം റിലേഷൻ പ്രൂവ് ചെയ്യുന്നതെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. എന്നാൽ ഇവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം റിലേഷൻ പ്രൂവ് ചെയ്യാനാണ് എക്സാമിന് ആവശ്യപ്പെടുന്നതെങ്കിൽ ഈ രീതിയിൽ വേണം നമുക്ക് ആ പ്രൂഫ് ചെയ്യാൻ. വെലോസിറ്റി ടൈം റിലേഷൻ യൂസിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. കൺസിഡർ എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ എന്ന ഒരു യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തു നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Let v0 be its initial velocity and vt be the final velocity. അപ്പോൾ വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 എന്നും ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ vt എന്നും എടുക്കുന്നു. Let t be the time taken. ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഫൈനൽ വെലോസിറ്റിയിലേക്ക് വസ്തു എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് t ആണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തു കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്, ഫൈനൽ വെലോസിറ്റി vt ആണ്, ടൈം ടേക്കൺ എന്ന് പറയുന്നത് t ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എ ടൈം ഇൻ്റർവൽ t ഈസ് ഗിവൺ ബൈ. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. t എന്ന ഒരു ടൈം ഇൻ്റർവലിൽ വസ്തു സഞ്ചരിച്ച വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വെലോസിറ്റി y ആക്സിസിലും ടൈം t x ആക്സിലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 മാർക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി vt ആണ്. ഇനി ഇവിടെ നോക്കുക, ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് 0 ആണ്, ഫൈനൽ ടൈം എന്ന് പറയുന്നത് t ആണ്. അപ്പോൾ വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. AB എന്ന് പറയുന്ന ലൈനാണ് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ ആംഗിൾ തീറ്റയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ABCD എന്ന് പറയുന്ന ഈ ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇനിഷ്യൽ വെലോസിറ്റി v0, ഫൈനൽ വെലോസിറ്റി vt, ദെൻ ഗ്രാഫ് AB, ഗ്രാഫിൻ്റെ ഏരിയ തന്നിരിക്കുന്നു, അതുപോലെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണിച്ചിരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ടാൻ തീറ്റയാണ്. ആംഗിൾ തീറ്റയാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഇവിടെ നമ്മുടെ ഫിഗറിലേക്ക് ഒന്നുകൂടെ പോകാം. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് vt മൈനസ് v0. ഈ ലെങ്ത് ആണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം. ഈ ലെങ്ത് എന്ന് പറയുന്നത് vt മൈനസ് v0 ആണ്. ഇവിടുന്ന് ഇവിടം വരെ vt ആണ്, ഇവിടെ വരെ v0 ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് vt മൈനസ് v0 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് vt മൈനസ് v0 എന്ന് കിട്ടി. ഇനി അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 0 to t. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് t ആയിരിക്കും. AC എന്ന് പറയുന്നത് t ആണ്. BC എന്ന് പറയുന്ന ലെങ്ത് vt മൈനസ് v0 ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു vt മൈനസ് v0 ബൈ t എന്ന് കിട്ടും. vt മൈനസ് v0 ബൈ t. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു vt മൈനസ് v0 ബൈ t എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇത് ആക്സിലറേഷനാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. അതിൽ നിന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a ഇൻറ്റു ടി, vt മൈനസ് v0 ഇസ് ഈക്വൽ ടു a ഇൻറ്റു ടി എന്ന് കിട്ടും. vt മൈനസ് v0 ഇസ് ഈക്വൽ ടു a ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതിൽ നമുക്ക് vt കണ്ടുപിടിക്കാം. vt ഇസ് ഈക്വൽ ടു v0 പ്ലസ് at. vt is equal to v0 plus at. Final velocity is equal to initial velocity plus acceleration into time. This is the velocity time relation. ഇപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വെലോസിറ്റി ടൈം റിലേഷൻ പ്രൂവ് ചെയ്യുന്നത് പ്രകാരമാണ്. ആദ്യം വെലോസിറ്റി ടൈം റിലേഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നു, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ആ സ്ലോപ്പിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് vt മൈനസ് v0 ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് t ആണ്. ദെൻ vt മൈനസ് v0 ബൈ t, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ദിസ് ഈസ് ആക്സിലറേഷൻ. Then from this relation
we can multiply a into t, then vt minus v0 is equal to a into t, then vt is equal to v0 plus at. This is the velocity time relation. ഇനി ഈ ഇപ്പോൾ നോക്കി കിട്ടിയ ഇക്വേഷൻ്റെ അകത്ത് വി ടി ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വി സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അതിനെ നമ്മൾ യു ആയിട്ട്, ഇനിഷ്യൽ വെലോസിറ്റിയെ യു ആയിട്ടും ഫൈനൽ വെലോസിറ്റി വി ടി എന്നുള്ളതിനെ വി ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്താൽ ചില ടെക്സ്റ്റുകളിൽ ഈ റെപ്രസെൻറ്റേഷൻ വരാറുണ്ട്. യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ടും വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ then the velocity time relation becomes v is equal to u plus at എന്ന് കിട്ടും. അതായത് നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ കിട്ടിയത് വി ടി ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി നമ്മൾ വി ടി എന്നാണ്, വി ടി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി വി സീറോ പ്ലസ് എ ടി എന്നായിരുന്നു. ഇനി ഫൈനൽ വെലോസിറ്റിയെ വി എന്നും ഇനിഷ്യൽ വെലോസിറ്റിയെ യു എന്നും എടുത്തു കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ രണ്ട് രീതിയിൽ വെലോസിറ്റി ടൈം റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. വി ടി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്നും അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇപ്പോൾ ഈ രണ്ട് റിലേഷൻ കണ്ടാലും ഇത് വെലോസിറ്റി ടൈം റിലേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം.